നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ കീഴുന്ന സൗത്ത് UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. EPക്ക് എതിരെയുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം കെ സുധാകരൻ പ്രതികരിച്ചു. ഏത് നിയമ നടപടിയും ധീരമായി താൻ നേരിടുമെന്നും BJPയുടെയും മുഖ്യമന്ത്രിയുടെയും വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പെന്നും സുധാകരൻ പ്രതികരിച്ചു. കച്ചവടം നടന്നില്ലേ? വലിയ ഒരു സ്ഥാപനം ഷെയർ ചെയ്ത് കൊടുത്തില്ലേ? അത് ചുമ്മാ കൊടുത്തതാ? അല്ലത് പറയുമ്പം ഒന്നിന്റെ ഒരു ക്ലാരിറ്റി വേണം. അദ്ദേഹം പറയുന്നതിനോട് ഞനക്ക് അദ്ദേഹത്തെ പ്രതികൂട്ടിക്കരി നിർത്തണമെന്ന് താല്പര്യമില്ല. ഞാൻ അറിഞ്ഞ യാഥാർത്ഥ്യം ഞാൻ എക്സ്പോസ് ചെയ്ത് പുറത്തു പറഞ്ഞു എന്നല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് ആഡ് ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് നാറ്റിക്കളയാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ അലിഗേഷൻസ് വന്നപ്പോഴുണ്ടായ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഒന്നും സംസാരിക്കാതിരിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതൊക്കെ യാഥാർത്ഥ്യമാണ്. ആ ഇൻഫർമേഷൻസ് ഒക്കെ സത്യസന്ധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും നിയമ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രശ്നമില്ല, നിയമ നടപടി എടുത്തോട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, കണ്ടു വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അതിന്റെ അപ്പുറത്തല്ലേ നിയമമുള്ളൂ, കുഴപ്പമൊന്നുമില്ല. EP ജയരാജൻ ഇന്നലെ പറഞ്ഞത് താങ്കൾ സ്ഥിരം കഴിക്കുന്ന മരുന്ന് കഴിക്കാത്തതാണ് തനിക്കെതിരെ. അതെ, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഞാനല്ല കിടക്കുന്നത് അദ്ദേഹം ആ സ്ഥിരമായിട്ട് ഇപ്പൊ കിടക്കുന്നു. ഞാൻ എവിടെയും കിടക്കുന്നൊന്നുമില്ല. എനക്ക് സുഖം എനക്ക് മരുന്നൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് ജയരാജന് ചില കൂട്ടുകെട്ട് ദോഷമാണ്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, CPMന്റെ നേതാവല്ലേ പറഞ്ഞല്ലേ. മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞത്. സത്യത്തിൽ അതുതന്നെയാണ് അവർ തമ്മിലുള്ള തർക്കവും. ഇദ്ദേഹം പോകാൻ ആലോചിക്കുന്നത് അതിന്റെ അകത്തുള്ള ഈ പറയുന്ന എനിമിറ്റിയാണ്. മുഖ്യമന്ത്രിയും ഇവരും തമ്മിൽ എനിമിറ്റിയാണ്. പല കാര്യങ്ങളിലും ജയരാജനെ കൺസിഡർ ചെയ്തില്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാതിയുണ്ട്. ആ പരാതി പാർട്ടിയുടെ ഫോറത്തിൽ പോലും പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതിൽ നിന്ന് പരിഹാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മായ്ച്ചു കളയാത്ത ഒരു പ്രതികാരം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.